Hi all, I am Anjana from D Academy. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും വി ആർ ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, വി ആർ ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, വി ആർ ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഹയറിംഗ് പോസ്റ്റുകൾ കാണാൻ പറ്റും. ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ ജോബിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. കുറേ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങളാണ്: വാട്ട്, ഹൂ, വേർ. ഇപ്പോൾ ഫസ്റ്റത്തത് വാട്ടാണല്ലേ, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് എടുക്കുകയാണെങ്കിലും ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് എടുക്കുകയാണെങ്കിലും എല്ലാവർക്കും അവരുടെ ഓൺലൈൻ പ്രസൻസ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അവരവരുടെ ബിസിനസ്സിൻ്റെ ഓൺലൈൻ പ്രസൻസ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നെങ്കിൽ ഒരു ഇൻഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ ഏജൻസി ബേസ്ഡ് ആയിട്ടോ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടി വരികയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് എപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ യൂസിനനുസരിച്ച് കൂടി വരത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇനി ഈ ഒരു ജോബും കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് തന്നെ ഈ ഒരു ജോബ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഒരു 3 മാസം അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിച്ച് ഒരു IT കരിയറിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കരിയറിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, വളരെ ചുരുങ്ങിയ കാലയളവിൻ്റെ ഉള്ളിൽ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. എനിക്കൊരു ബോസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജോബ് കാറ്റഗറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ഗുണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ജോബ് കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ, അവർക്ക് ഒരു കാറ്റഗറിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ ആഡ് ഓൺ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചിങ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് അത് റിമോട്ട് ജോബായിട്ട് ചെയ്തു പോകാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ റിമോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ്. ഇനി ഇതൊക്കെ നമ്മൾ നോക്കി, ഇതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ആർക്കൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചാൽ, ഹൂ എന്ന ക്വസ്റ്റിൻ്റെ ആൻസറാണ് ആർക്കും പഠിക്കാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ ജോബിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, നമുക്കൊരു +2 ബേസ് ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞൊരു ജോബിൽ ഹയർ ചെയ്യപ്പെടുത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് മിനിമം +2 യോഗ്യതയുള്ള ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ചെറുതായിട്ട് ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നതാവാം, ഒരു വീട്ടമ്മയാവാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആവാം, ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരാളാവാം. അങ്ങനെ ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഇനി ഇത് എവിടെ നിന്ന് പഠിക്കാം, ഫ്രം വേർ എന്ന ക്വസ്റ്റിൻ്റെ ആൻസറാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവിടെ ലൈവ് പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അതൊരിക്കലും നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ലൈവ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതും അല്ലെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, നിങ്ങൾ അവിടെ ഡയറക്റ്റ് പോയി പഠിക്കുകയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾക്കും ബാക്കി സംശയങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ.